പാലോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ 2 മാസമായി മോഷണം നടത്തിയ ശേഷം മുങ്ങി നടന്ന സംഘം പിടിയിൽ. കഴിഞ്ഞ മാസം ആലമ്പാറയിൽ ആളില്ലാത്ത വീട്ടിൽ നിന്ന് 45 പവൻ സ്വർണം കവർന്നതും ഇതേ സംഘമാണ്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 അന്തർജില്ലാ മോഷ്ടാക്കളാണ് അറസ്റ്റിലായത്. വട്ടിയൂർക്കാവ് സ്വദേശി കൊപ്ര ബിജു എന്ന് വിളിക്കുന്ന രാജേഷ്, ഭാര്യ ഉടുമ്പൻചോല സ്വദേശിനി രേഖ, നന്ദിയോട് സ്വദേശി റെമോ എന്ന് വിളിക്കുന്ന അരുൺ, ഭാര്യ വെള്ളയംദേശം സ്വദേശിനി ശില്പ എന്നിവരാണ് അറസ്റ്റിലായത്. ആളില്ലാതെ പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് 4 അംഗ സംഘം അറസ്റ്റിലായത്. മോഷണം നടത്തുന്നത് ആഡംബര ജീവിതത്തിന് വേണ്ടിയും കേരളത്തിന് പുറത്ത് വീടും വസ്തുവും വാങ്ങാനുമാണെന്നാണ് മൊഴി. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നതും പണയം വയ്ക്കുന്നതും കോയമ്പത്തൂരിലാണ്. മലയോര മേഖലയായ പാലോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച 2 മാസമായി മോഷണങ്ങൾ നടക്കുന്നു. ഇതിനെ തുടർന്ന് റൂറൽ ജില്ലാ മേധാവിയും നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മഫ്തിയിൽ പെട്രോളിംഗ് ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 30-നാണ് പാലോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആലമ്പാറയിൽ തമിഴ്നാട് സ്വദേശിയെ മരീഷിന്റെ വീട്ടിൽ നിന്ന് 45 പവൻ സ്വർണവും 2 ലക്ഷം രൂപയും ഈ സംഘം മോഷ്ടിച്ചത്. തുടർന്ന് ഷാഡോ ടീമും പാലോട് പോലീസും ചേർന്നാണ് 4 അംഗ സംഘത്തെ പിടികൂടിയത്. പ്രതികളുടെ പ്രധാന മോഷണ രീതി എന്ന് പറയുന്നത് മുൻവാതിൽ തകർത്താണ് ഇവർ മോഷണം നടത്തുന്നത്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുള്ള വീടുകൾ ഐഡന്റിഫൈ ചെയ്താണ് ഇവർ പ്രധാനമായും മോഷണം നടത്തുന്നത്. പാലോട് നിന്ന് മോഷണം നടത്തിയ ശേഷം കോയമ്പത്തൂരിലേക്ക് കടന്ന പ്രതികൾ കഴിഞ്ഞ ദിവസം വീണ്ടും പാലോട് എത്തിയിരുന്നു. ഗേറ്റ് പൂട്ടിയ ആളില്ലാത്ത വീടുകൾ നോക്കി ഈ സംഘം നടക്കുന്നത് മഫ്തിയിലുള്ള പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വന്നതാണെന്നും സ്വർണം ഇവരുടെ ഭാര്യമാരെ ഉപയോഗിച്ച് പണയം വെച്ചെന്നും ഇവർ മൊഴി നൽകി. സ്ത്രീകൾക്ക് നഗരൂർ, അരുവിക്കര എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.